അങ്ങനെ പത്തനംതിട്ടയിലും ബംഗാളിയായി ജീവിച്ചു ഒരു ബംഗ്ലാദേശി ഭീകരൻ. ജുവൽ കിങ് എന്ന ബംഗ്ലാദേശി പത്തനംതിട്ടയിൽ കഴിഞ്ഞത് 5 വർഷക്കാലം. കോയിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പൂവത്തൂർ, കുന്നം, നെല്ലിക്കൽ മേഖലകളിലാണ് ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയായി വിലസിയത്. നിലവിൽ ഇയാൾ ബംഗ്ലാദേശിലേക്ക് കടന്നുവെന്നും വിവരം ലഭിക്കുന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഈ പത്തനംതിട്ടയിലെ ഈ പറയുന്ന പ്രദേശം കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കോയിപ്പുറത്ത് ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ മൂക്കിന് താഴെയാണ് ഈ പറയുന്ന പ്രദേശം. അവിടെയാണ് ബംഗാൾ സ്വദേശിയായി ഒരാൾ വിലസിയത്, അതും ബംഗ്ലാദേശി. അയാൾ 5 വർഷക്കാലത്തോളം ഇവിടെ ജീവിച്ചു. ആരും ഒന്നും അറിഞ്ഞില്ല. അയാൾ ഇവിടെ എന്താണ് പ്രവർത്തിച്ചത്, ഏത് തരം ജോലിയാണ് അയാൾ ചെയ്തത്, ബംഗ്ലാദേശ് ആയ ഒരാൾക്ക് എത്ര സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു നാടായി പത്തനംതിട്ട മാറുന്നു, അതും ഒരു പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത്. അയാൾ 5 കൊല്ലം ജീവിച്ചു. ഇപ്പോൾ ജുവൽ കിങ് എന്ന് പറയുന്ന അയാൾ ബംഗ്ലാദേശിലേക്ക് കടക്കുകയും ചെയ്തു. എന്താണ് ലഭിക്കുന്ന വിവരം? എങ്ങനെയാണ് ഈ വിവരം ഇപ്പോൾ പുറത്തു വന്നത്? ഗോകുൽ. പിന്നെ അതായത് ഒരു പുതിയ സംഭവമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മുമ്പും ഇത്തരത്തിൽ തന്നെ ബംഗ്ലാദേശി ഭീകരരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ട് വ്യാജവിലാസമുണ്ടാക്കി ജീവിക്കുന്നതായിട്ടുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഈ പത്തനംതിട്ടയിലെ സംഭവം മാറുകയാണ്. പത്തനംതിട്ട കോയിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് ജുവൽ കിങ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശി സ്വദേശിയായിട്ടുള്ള യുവാവ് ഇത്തരത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ ബംഗാളി എന്ന വ്യാജ വിലാസത്തിൽ വിലസിക്കൊണ്ടിരുന്നത്. ഇയാൾ അവിടെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പല ജോലികളും ചെയ്തു വന്നിരുന്നു കഴിഞ്ഞ 5 വർഷമായിട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇയാൾ ബംഗ്ലാദേശി സ്വദേശിയാണ് എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതായത് ഇയാളെ കരാറൊക്കെ ഏൽപ്പിക്കുന്ന, പണിയൊക്കെ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തി ഇയാളെ പണിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഫോൺ കിട്ടുന്നില്ല. തുടർന്ന് ഇയാളെ വാട്സപ്പിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചപ്പോഴാണ് ഇയാളുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഈ രീതിയിൽ, അതായത് ഒരു ബംഗ്ലാദേശ് പതാകയുടെ മുന്നിൽ ഇയാൾ നിൽക്കുന്നതായിട്ടുള്ള ആ പതാക ബംഗ്ലാദേശ് പാർലമെൻറ്റും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ മറ്റ് പ്രതീകങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചിത്രത്തിൽ ഇയാൾ അതിന് മുന്നിൽ നിൽക്കുന്നതായിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ചിത്രമാണ് വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. ബംഗ്ലാദേശി സ്ഥലങ്ങളുടെ പേരുകളുമൊക്കെ ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം ഇയാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ചിത്രത്തിലും ഈ രീതിയിൽ വലിയ ഭാരത വിരുദ്ധത കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് ഭാരതത്തിന് നേരെ AK-47 തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന ഇയാളുടെ ചിത്രമടക്കം ഇയാൾ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയൊക്കെ പങ്കുവച്ചിരുന്നു. അത് പെട്ടെന്ന് പിൻവലിക്കുകയും ചെയ്തതായിട്ട് ഇയാളുമായിട്ട് ബന്ധമുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇയാളെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ ബംഗ്ലാദേശി സ്വദേശിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇയാൾ ഇപ്പോൾ പത്തനംതിട്ടയിലില്ല, ഇയാൾ ബംഗ്ലാദേശിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്, കടന്നു കളഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം ഇയാൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇയാൾ കൊൽക്കത്ത സ്വദേശിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. ഇയാളെ പല ജോലികളും അല്ലെങ്കിൽ പല ജോലികളും ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാൾ പൊക്കം കുറഞ്ഞ് അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു എന്നുള്ളതാണ് ഇയാളെ അറിയാവുന്ന ആളുകൾ പറയുന്നത്. ഇയാൾ പണി ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ മൊബൈലിൽ ഖുറാൻ വചനങ്ങൾ ഇങ്ങനെ ഓഡിയോ ആയിട്ട് കേട്ടുകൊണ്ടാണ് പണി ചെയ്തിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇയാളുമായിട്ട് ബന്ധമുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നു. എന്തായാലും വ്യാജ മേൽവിലാസവും വ്യാജരേഖകളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇയാൾ പത്തനംതിട്ടയിൽ താമസിച്ചിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി ഇയാൾ ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടെ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അന്വേഷണം വിധേയമാക്കേണ്ടതായിട്ടുള്ളത്. എന്തായാലും പോലീസിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തുമെന്ന് അവിടെയുള്ള ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം പോലീസ് അന്വേഷണം ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇനി നോക്കി കാണേണ്ടത്. എന്തായാലും മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുമ്പും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശികളാണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ അനധികൃതമായിട്ട് ഭാരതത്തിലേക്ക് കുടിയേറുകയും പ്രത്യേകിച്ച് കേരളത്തിൽ അവർ വളരെ സുരക്ഷിതരായിട്ട് വിലസുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. കേരളത്തിൻ്റെ തെരുവുകളിലേക്ക് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശികൾ, അവർ നേതൃത്വം നൽകിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും ഈ രീതിയിൽ പ്രത്യേകിച്ച് ലഹരി മരുന്നിൻ്റെയൊക്കെ കേന്ദ്രമാണ് ഇത്തരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഇടമൊക്കെ തന്നെ. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ അതുമായി ബന്ധപ്പെട്ട റെയ്ഡ് വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയിട്ടാണ് എന്തായാലും ഈ രീതിയിലുള്ള സംഭവവികാസങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ കൂടുതൽ ഗൗരവകരമായിട്ടുള്ള അന്വേഷണം എന്തായാലും ആവശ്യമാണ്. പോലീസ് ആ രീതിയിൽ ഏറ്റെടുക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഭരണകൂടമടക്കം ഇവരെ എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ട് ഇവരെ അവിടെ അല്ലെങ്കിൽ ഈ രീതിയിൽ കേരളത്തിൽ പോറ്റിക്കൊണ്ടിരുന്ന ഒരു ഭരണകൂടമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഭരണകൂടം എന്ന് പറയുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരായിട്ട്, പ്രത്യേകിച്ച് ഭാരതത്തിനെതിരായിട്ടൊക്കെ ഇവരെ ആയുധമാക്കി ഇറക്കി വിട്ടുകൊണ്ടുള്ള ഒരു സംസ്ഥാന ഭരണസമിതിയുടെ നടപടികളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പ്രത്യേകിച്ച് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ തെരുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടാണ് ഈ കേരള സർക്കാരും
അതോടൊപ്പം തന്നെ കേരളത്തിലെ ചില പാർട്ടികളുമൊക്കെ ആ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇവരൊക്കെ പോറ്റി വളർത്തിയിരുന്നത് കൊടും വിഷങ്ങളായിട്ടുള്ള ഭീകരവാദികളെയാണ്, തീവ്രവാദികളെയാണ്. രാജ്യം കടന്നെത്തുന്ന അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തി ഇവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ മനസ്സുറപ്പിച്ചിട്ടുള്ള ആളുകളെയാണ് ഈ രീതിയിൽ ചെല്ലും ചെലവും കൊടുത്ത് കേരളത്തിൽ ഇങ്ങനെ തീറ്റിപ്പോറ്റിയിരുന്നത് എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് എന്തായാലും ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും ഗൗരവകരമായിട്ടുള്ളൊരു നടപടി ഇവർക്ക് മേൽ, ഇത്തരക്കാർക്ക് മേൽ ഉണ്ടായില്ലെങ്കിൽ അത് വലിയ വിനാശത്തിന് തന്നെ ഭാവിയിൽ കാരണമാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കേരളം ഭീകരവാദികളുടെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ISIS പോലെയുള്ള വലിയ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെയൊക്കെ അംഗങ്ങളായിട്ടുള്ളവർ, സുപ്രധാന കണ്ണികളായിട്ടുള്ള ആളുകളൊക്കെ കേരളത്തിലാണ് സുരക്ഷിത താവളമായിട്ട് അവർ മാറ്റിയിരിക്കുന്നത്, അവർ താമസിക്കുന്നത്. എന്തായാലും അതിന് പുറമെയാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരർ കൂടി ഈ കൂട്ടത്തിലുണ്ട്. അവർ വ്യാജവിലാസങ്ങളും വ്യാജ ആധാർ കാർഡ് അടക്കമുള്ള രേഖകളും ചമച്ചുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത്. ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒത്താശ, സഹായം ഇവിടുത്തെ പ്രാദേശിക ആളുകളിൽ നിന്നടക്കം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം എന്തായാലും നടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഏത് സമീപനം സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. വിനോദ്, വളരെ വ്യക്തമാണ്. ഏത് രാജ്യത്ത് ഉള്ള ഏത് ഭീകരനും സസുഖം വാഴാവുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറുകയാണ്. പത്തനംതിട്ടയിലെ കോയിപ്പുറം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ബംഗ്ലാദേശുകാരനായ ഒരാൾ 5 കൊല്ലം യാതൊരു തടസ്സവുമില്ലാതെ അയാൾ ഇവിടെ താമസിച്ചു വന്നത്. ഇപ്പോൾ അയാൾ ഈ നാട് വിടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ്.